അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം കൂടി, ജനുവരി 11, 2021, ഒരു ദിവസം കൂടി നല്ല ഈമാനും ആഫിയത്തോടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള വലിയ തൗഫീഖ് നൽകി. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കണേ, തൃപ്തിപ്പെടണേ റഹ്മാനെ റബ്ബേ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെ വന്നു പോകുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു അതിൻ്റെ കാരുണ്യം മുൻനിർത്തി ചോദിക്കുകയാണ്, പുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ റബ്ബേ. ഇന്ന് സുന്നത്ത് നോമ്പ് നോറ്റവർക്കെല്ലാം അള്ളാഹുവെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ. സഹോദരന്മാരെ, ഈ ദിവസം നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന കാട്ടി മുമ്പ് നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി ഒന്ന് ആത്മവിചിന്തനം, സ്വയം ഹിസാബ് എടുത്ത് നോക്കാം. നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് സാധാരണ പോലെ തന്നെ കൃത്യമായി 5 ജമാഅത്ത്, റവാത്തിബ് സുന്നത്ത്, തഹജ്ജുദ്, ളുഹ, രാവിലെ വൈകുന്നേരത്തെ അദ്കാറുകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, 100ഓളം ഇസ്തിഗ്ഫാർ, പ്രവാചകൻ്റെ ഹദീസിലുള്ള ഓരോ നിമിഷം ഓരോ നേരത്തുള്ള പ്രാർത്ഥനകൾ, അത് നമ്മൾക്ക് നബി ചര്യ, ദിനചര്യയായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. പ്രവാചകൻ്റെ പേരിലെ സ്വലാത്ത്, അതേപോലെ ഖുർആനായിട്ടൊരു ആത്മബന്ധം, കുറച്ചും കൂടി കൂടുതൽ ഖത്തം, അലി ഹിഫ്ള്, അലി തദബ്ബുർ, അലി തജ്വീദ്, അലി ഖിറാത്ത്. ഇന്ന് നമ്മൾക്ക് സാധിച്ചോ? അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ, തൃപ്തിപ്പെടുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഓരോ ദിവസം കഴിയുന്നവരും നമുക്ക് 2 ബന്ധങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള ബന്ധം, 2 സൃഷ്ടികളോടുള്ള ബന്ധം. ഇത് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, സ്ഥാനമുണ്ട്, പവിത്രത ഉണ്ട്. ഈ 2 ബന്ധങ്ങളും നമ്മൾ അത്ര തന്നെ സൂക്ഷ്മതയോടെ കാത്ത് സൂക്ഷിച്ചു പോകാറുണ്ടോ? അള്ളാഹുവിനോടുള്ള ബന്ധം ഇബാദത്തിലൂടെ മറ്റു മനുഷ്യന്മാരോടെല്ലാവരോടും നല്ല ബന്ധമുണ്ടാവണം. അത് മാതാപിതാക്കൾ, ഇണ, മക്കൾ, എല്ലാവരും, ജോലി സ്ഥലത്തും എല്ലാവരോടും. അങ്ങനെ എല്ലാ മനുഷ്യബന്ധം കാത്ത് സൂക്ഷിക്കാറുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മളിന്ന് ജീവിച്ചത് ഏകദേശം, രണ്ടാമത്തെ ചോദ്യം, 1440 മിനിറ്റാണ്. അതിലേകദേശം നമ്മൾക്ക് ഒരു 6 മണിക്കൂർ മാറ്റി നിർത്തിയാൽ നമ്മൾ ഏകദേശം വരുന്നത് ഒരു 1000 മിനിറ്റുകൾ നമ്മൾ ജീവനോടുണ്ട്. ഈ 1000 മിനിറ്റ് പറയുന്നത് 60,000 സെക്കൻഡ്. അപ്പോൾ ഈ 60,000 സെക്കൻഡിൽ നമ്മുടെ ഓരോ ചിന്തകളുണ്ടാവും സഹോദരന്മാരെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ചിന്തകൾ നമ്മൾ എപ്പോഴും നമ്മളെപ്പറ്റി തന്നെ കൂടുതൽ ചിന്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? നല്ലോണം ചിന്തിക്കണം സഹോദരന്മാരെ. നമ്മളെപ്പറ്റി ഈ ചിന്തകളെ മറ്റും അള്ളാഹു നാളെ വെളിവാക്കിയ പുറത്തങ്ങ് എടുത്തിട്ടാൽ പരലോകത്ത് നമ്മൾ നിന്ദിരായി പോവോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അഥവാ ചിന്തകളുണ്ടായാലും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള സത്യം. പക്ഷെ അഥവാ നാളെ പരലോകത്ത് അള്ളാഹു പുറത്തെടുത്തിട്ടാൽ നമ്മൾ നിന്ദിരായി പോകും സഹോദരന്മാരെ. നമ്മളെപ്പറ്റി എന്നെ ഒന്ന് ചിന്തിക്കാം. അടുത്ത ചോദ്യം, നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊക്കെ മിക്കവാറും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാട്ടി കൂടുതൽ എണ്ണത്തിൽ കർമ്മം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളതിലുകൊണ്ട് നമ്മളൊരു ആത്മനിർവൃതിയിലാണോ ജീവിക്കുന്നത്? നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടടുത്തെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അതല്ല, ഹൃദയമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മൾ നെഞ്ചത്താണ് കൈവെക്കുന്ന സത്യം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ഒറ്റ റക്അത്തായില്ല. എന്താണ്? ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഈ ഹൃദയത്തിനെ ഞാൻ ശുദ്ധീകരിക്കാൻ, കൽബും സലീമാക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നുണ്ടോ? ഒന്ന് അടുത്ത് ചിന്തിച്ച് നോക്കും. ഓരോ ദിവസം കഴിയുന്നവരും അള്ളാഹുവിനോട് അടുക്കാണല്ലോ സഹോദരന്മാരെ. ആ കൽബും സലീമായിട്ടാണല്ലോ മടങ്ങിപ്പോകേണ്ടത്. നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം, ഏതൊരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അവസാനത്തെ ഭാഗം നന്നാക്കുക എന്നുള്ളതാണ്. ഹുസ്നുൽ ഖാത്തിം കിട്ടണം. ഏറ്റവും നല്ല ജീവിതം അവസാനത്തെ ഭാഗം, ഏറ്റവും നല്ല ദിവസം അവസാനത്തെ ദിവസം, ഏറ്റവും നല്ല കർമ്മം അവസാനത്തെ കർമ്മം. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മളെപ്പോഴും ഭയപ്പെട്ടിട്ട് അള്ളാഹു ചോദിച്ചുകൊണ്ടേയിരിക്കാറുണ്ടോ? അള്ളാഹ് ഹുസ്നുൽ ഖാത്തിം നൽകണേ. നമുക്കറിയില്ലോ സഹോദരന്മാരെ, നാളെ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരെ പറ്റിക്ക് നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അവർ ദീനില്ല, മറ്റില്ല. നമ്മളെപ്പറ്റി ചിന്തിക്കേണ്ടത്. ചിലപ്പോൾ അവർക്ക് നാളെ അത് ഹിദായത്ത് കിട്ടി നല്ല വിധത്തിൽ മരണപ്പെട്ടേക്കാം. നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതം മാറിയിട്ട് മോശപ്പെട്ട അവസ്ഥയിൽ മരണപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കണേ റഹ്മാൻ റബ്ബേ. ആമീൻ. അപ്പോൾ അവസാനത്തെ ഭാഗം നന്നാക്കി കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഓരോ ദിവസം അവസാന ദിവസമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കാം. ഹുനൈൻ യുദ്ധത്തിൽ നമ്മൾക്കറിയാം, എണ്ണത്തിൽ കൂടുതലുണ്ട് സഹാബാക്കൾക്ക് ഒരു ആത്മനിർവൃതി ഉണ്ടായിരുന്നു സഹോദരന്മാർ.
അള്ളാഹ് അപ്പം തന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട് പാഠങ്ങൾ. ശരി, നമ്മൾക്കും ഇതേപോലെ തന്നെയാണോ? നമ്മുടെ കർമ്മങ്ങളിൽ വല്ലാതെ കൂടുതലുണ്ട്, ഞാനൊക്കെ എന്തായാലും സ്വർഗത്തിൽ പോവും, നമ്മളൊക്കെ എന്തായാലും പോവും, അങ്ങനെയാണോ? അതല്ല, കർമ്മങ്ങൾ എത്ര ചെയ്തിട്ടും അള്ളാഹുവേ നീ കബൂലാക്കണേ, നീ കബൂലാക്കണേ എന്ന് നമ്മൾക്കായി ഒരു വികാരമാണോ നമ്മൾക്കുള്ളത്? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക സഹോദരന്മാരെ. അടുത്ത ചോദ്യം, നമ്മൾ ഹുനൈൻ യുദ്ധത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വേറൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൻ്റെ കാര്യത്തിൽ, ഭൗതികമായ വിഷയത്തിൽ ഒരുപാട് തവക്കുൽ ചെയ്യുകയും ഭൗതികമായ കാര്യങ്ങൾ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇഹലോകം നഷ്ടപ്പെട്ടു പോവും, പരലോകം നഷ്ടപ്പെട്ടു പോവും. നേരെ മറിച്ച് ഞാൻ ദീനിന് പ്രാധാന്യം കൊടുത്തു, അള്ളാഹിൽ പൂർണ്ണമായി തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ ഇഹലോകം കിട്ടും, പരലോകം കിട്ടും. നമ്മൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടും? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക സഹോദരന്മാർ. അടുത്ത ചോദ്യം, നമ്മളെപ്പോഴും ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വികാരം അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ആരാധിക്കേണ്ടത്. ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വികാരത്തിൽ എപ്പോഴും എനിക്ക് അള്ളനെ പറ്റി ഹുസ്നുൽ വന്നുണ്ടോ, നല്ല ചിന്തകൾ, അള്ളനെ പറ്റി എപ്പോഴും നല്ലത് ചിന്തിക്കാൻ പാടും. എനിക്ക് എന്ത് പരീക്ഷണം വന്നോട്ടെ, രോഗം വന്നോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അള്ളാഹു ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട് വിശ്വാസികൾ, അത് അവരുടെ പാപങ്ങൾ പൊറുക്കാനായിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൽ വലിയ ദർജയിൽ എത്തിച്ചു കൊടുക്കാനായിരിക്കും. അള്ളാഹു എപ്പോഴും നീതിമാനാണ്, നല്ലത് മാത്രമേ വിശ്വാസികൾക്ക് വിധിക്കുള്ളൂ. അങ്ങനെ എപ്പോഴും ഹുസ്നു തന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അടുത്ത ചോദ്യം, നമ്മൾ മറ്റുള്ളവരെ പറ്റി, മറ്റു വ്യക്തികളെ പറ്റി സദ്വിചാരം വെക്കാറുണ്ടോ? നല്ല നല്ല ചിന്തകൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും പറ്റി ഒന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാറില്ല, ഒരു മുൻധാരണ വെച്ചിട്ട് ആരും സമീപിക്കാറില്ല, എല്ലാവരെയും പറ്റി നല്ലത്. അതേപോലെ എനിക്കും നിങ്ങൾക്കും മറ്റു വ്യക്തികളെ പറ്റി നല്ല വിചാരം വെച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ? ഒന്ന് നമ്മളോട് ചിന്തിച്ച് നോക്ക്. അടുത്ത ചോദ്യം, ഞാൻ നിങ്ങളോട് ചോദിക്കാം. നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വികാരമാണല്ലോ അള്ളാഹ് അറിയുന്നുണ്ട്, അവിടെ കിബിർ വന്നു പോകുന്നുണ്ടോ സഹോദരന്മാരെ? നമ്മുടെ സമ്പത്ത് കാരണം, പേരും പ്രശസ്തിയും, നമ്മുടെ വിജ്ഞാനം കാരണം, നമ്മുടെ തറവാട് കാരണം, നമ്മുടെ ഇബാദത്തിൻ്റെ എണ്ണം കാരണം, നമ്മുടെ വെളുപ്പ് കാരണം, എന്തുമായിട്ട് നമ്മൾ അറിയാതെ കുഴപ്പമില്ല എന്നിട്ട് മറ്റുള്ളവർ ഇതൊന്നും ഇല്ലാത്തവരെ താണ് കാണുന്നൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കൂ സഹോദരന്മാർ. അടുത്ത ചോദ്യം, നമ്മൾക്കറിയാം മനുഷ്യ പ്രകൃതി പല വിധത്തിലായിരിക്കും, ചിലർ നീണ്ടിട്ടായിരിക്കും, ചിലർ ഷോർട്ടായിരിക്കും, ചിലർ വെളുത്തിട്ടായിരിക്കും. നമ്മളറിയാതെ പോലെ നമ്മുടെ വായിന്ന് കുരുടൻ, അല്ലെങ്കിൽ എന്തൊരു പൊണ്ണത്തടിയൻ, അല്ലെങ്കിൽ പാണ്ടുള്ള രോഗം, അസ്താഫുള്ള നമ്മളറിയാതെ മറ്റവരുടെ എന്തെങ്കിലും പ്രകൃതി, അവരെ സൃഷ്ടിപ്പിൽ തന്നെയുള്ള പ്രകൃതിയിൽ വ്യത്യാസം ഉണ്ടല്ലോ, അതിന് നമ്മൾ വേണ്ടാത്ത വിധത്തിൽ നമ്മൾ സംസാരിച്ച് പോകണ്ടോ? എന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലുള്ള വികാരമാണ് നാവിലേക്ക് വരുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ സൃഷ്ടിപ്പ് കൊടുത്തിട്ടുണ്ട്, അത് അവർക്ക് അള്ളാഹു ഹൈറേ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഗുണമുണ്ടാവും. നമ്മളവരെ അറിയാതെ പോലും കണ്ട് എന്തെങ്കിലും നമ്മൾ കളിയാക്കിയിട്ട് മറ്റോ വിളിച്ചു പോകാറുണ്ടോ സഹോദരന്മാരെ? നല്ലോണം ശ്രദ്ധിക്കണേ. അള്ളാഹു കാത്ത് രക്ഷിക്കണേ റബ്ബേ, നമ്മുടെ നാവിനെ കാത്ത് സംരക്ഷിക്കണേ റബ്ബേ. അടുത്ത ചോദ്യം, ഇബ്ലീസ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഴി പഠിപ്പിച്ചത് എങ്ങനെ? ആർത്തിയിട്ടിട്ടാ, ഈ പഴം കഴിച്ചോ നിനക്ക് കുറേ ജീവിതകാലം ഇങ്ങനെ മരണമില്ലാത്തൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞ് ആർത്തി ഉണ്ടാക്കി കൊടുത്തു. ശരി, നമ്മളും ഇതേപോലെ തന്നെ ആവുന്നുണ്ട് സഹോദരന്മാരെ. ഒരു കാറ് പോരാ, 2 കാറ് വേണം, 2 ഫ്ലാറ്റ് വേറെ ഇത് വേണം, എൻ്റെ ആയുസിങ്ങനെ നീട്ടിയിട്ടണം, അങ്ങനെയല്ലോ, എനിക്ക് 110 വയസ്സിൽ ജീവിക്കണം. ചിലർക്ക് ഭക്ഷണത്തിൽ ആർത്തി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ആർത്തി വന്നു പോകുന്നുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക സഹോദരന്മാർ. ശരി, അടുത്തത്, നമ്മൾക്കറിയാം ഹാബിൽ കാബിൽ ഭൂമിയിലേക്ക് വന്നു. ഹാബിലിൻ്റെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നു, കാബിലിനെ സ്വീകരിക്കുന്നില്ല. കാബിലിന് ഹാബിലിനോട് അസൂയ തുടങ്ങി. എൻ്റെ ഹൃദയം, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ അസൂയ വന്നു പോകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിത്തുടങ്ങുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, മറ്റുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണേ എന്നുള്ള ചെറിയൊരാഗ്രഹം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയ രോഗം അല്ലെങ്കിൽ അനുഗ്രഹം നീങ്ങിപ്പോകുമ്പോൾ ചെറിയൊരു ആശ്വാസം, ഇതൊക്കെ അസൂയയുടെ ലക്ഷണ സഹോദരന്മാരെ. നമ്മൾ നമ്മുടെ ഹൃദയത്തിനോട് തന്നെ ചോദിക്കും. അടുത്ത ചോദ്യം, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, ശരി, അത് മുസ്ലിം നിന്ന് അടുത്ത ദർജയിലെത്തണം, മുഅ്മിനാവണം. ആ മുഅ്മിൻ്റെ പ്രത്യേകം എന്താ? നിർഭയത്വം ഉണ്ടാവും, എല്ലാ അർത്ഥത്തിലും നിർഭയത്വം. അതിനെപ്പറ്റി മാത്രമേ ഭയം ഉണ്ടാവുള്ളൂ ഹൃദയത്തിൽ, മറ്റെല്ലാ ഭയങ്ങളും പോയി കിട്ടും. എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെയാണോ സഹോദരന്മാരെ? അതല്ല, എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹിനെ പറ്റി ഭയമുണ്ട്, അതേപോലെ തന്നെ കൊറോണനെ പറ്റി ഭയമുണ്ട്, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണോ? അതല്ല, അള്ളാഹിനെ പറ്റിയുള്ള ഭയം മാത്രമേ ഉള്ളൂ, മറ്റെല്ലാറ്റിൻ്റെ ഭയം പോയി. അങ്ങനെ ഒരു നിർഭയത്വം ഈമാൻ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക സഹോദരന്മാരെ. ഇനി മുസ്ലിം നിന്ന് മുഅ്മിൻ നിന്ന് മുത്തഖിൻ, അടുത്ത ദറജ. മുത്തഖിനുള്ള ഗുണം അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ പറഞ്ഞു, വബിൽ ആഖിറത്തി ഹും യൂഖിനൂന, ആഖിറത്ത് യക്കീനുണ്ടാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ഹക്കായിട്ട് നടക്കാൻ പോകുന്നതാണ് ആഖിറത്ത്. ആ ആഖിറത്തിൽ യക്കീൻ
എനിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടോ സഹോദരന്മാരെ? ആ യക്കീൻ ഉണ്ടെങ്കിൽ എന്താ, എൻ്റെ ദൃഷ്ടികൾ താഴ്ത്തും, നാവിനെ നിയന്ത്രിക്കും, ഹലാലാൽ മാത്രം സമ്പാദിക്കും, ചെലവഴിക്കും, ഓരോ നിമിഷം പേടിച്ച് ജീവിക്കും. അങ്ങനെ നമ്മൾക്ക് പറ്റുന്നുണ്ടോ? അടുത്ത ചോദ്യം, ഇനി നമ്മൾക്കറിയാം ഈ യക്കീൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേജാണ് മുഹ്സിൻ. അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ആരാധിക്കുക. ഈ മുഹ്സിൻ്റെ ഗുണം ഖുറാനിലൂടെ സൂറത്തുൽ ആലി ഇംറാനിൽ പഠിപ്പിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ തഹജ്ജുദിൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. രണ്ടാമത്തെ, അവർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റും, ദേഷ്യം ഒതുക്കി വെക്കാൻ പറ്റും. മൂന്നാമത്തത്, സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും അവർ സദക്കകൾ നൽകും. ഈ മൂന്നവസ്ഥയും എനിക്കും നിങ്ങൾക്കുമുണ്ടോ? നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കൂ സഹോദരന്മാരെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മുഅ്മിൻ നിന്ന് മുത്തക്കിൻ നിന്ന് മുഹ്സിനാവണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അങ്ങനെ മുഹ്സിനായിട്ട് നമ്മൾ മാറണം. അങ്ങനെ മുഹ്സിനായിട്ട് മാറുമ്പോൾ മാത്രമേ നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് നാളെ പരലോകത്ത് എത്തുള്ളൂ സഹോദരന്മാരെ. ഞാൻ എന്നോട് നിങ്ങളോട് തന്നെ ഒരുപാട് ചോദിക്കുക. ഹൃദയം ആത്മാർത്ഥമായിട്ട് സംസ്കരിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ നസ്അലുക്കൽ ആഫിയ, അല്ലാഹുമ്മ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ ഗഫാഫ വൽ ഗിന. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ നസ്അലുക്കൽ ഹുസ്നുൽ ഖാത്തിം. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് വതവഫനാ മുസ്ലിമൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم حاسبني حسابا يسيرا. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم إنك عفو تحب العفو فاعف عنا. അള്ളാഹുവെ, നമ്മൾ നിന്ന് കബൂലാക്കി തൃപ്തിപ്പെട്ട്, അള്ളാഹു ഒരു പരീക്ഷണമില്ലാതെ ഒരു വിചാരണയില്ലാതെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ റബ്ബെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.